ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് സേമിയ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡും പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നത്. അത് നമ്മൾ ഒറ്റൊരു കുക്കിംഗ് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ടാണ് നമ്മൾ രണ്ട് രീതിയിൽ ഈ ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കും ആയിട്ടും ഒക്കെ കഴിക്കാവുന്ന ഒരു ഫുഡാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ചിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ സേമിയ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 150 ഗ്രാമിൻ്റെ സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. സേമിയം വറക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒത്തിരി കരിഞ്ഞു പോവാതെ ഒരു ലൈറ്റ് ഗോൾഡൻ നിറമാവുമ്പോഴേക്ക് നമുക്കിത് വറുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സേമിയ ആവശ്യത്തിന് വറന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതേ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ചേർത്ത് വറുത്തെടുക്കാം. കടുകൊന്ന് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അല്പം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഉള്ളിയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഉള്ളി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് എരിവിന് ആവശ്യമായ അത്രയും പച്ചമുളക്, ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അല്പം ഇഞ്ചി ചതച്ചത് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ഞാനിതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ഉള്ളി നല്ലവണ്ണം വഴന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ സേമിയം വേവാൻ ആവശ്യമായ അത്രയും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒത്തിരി അധികം ചേർക്കാതെ ശ്രദ്ധിക്കണം. ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വെള്ളം അത്യാവശ്യമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയം ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് മെല്ലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉപ്മാവ് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഉപ്മാവ് വെജിറ്റേറിയൻ രീതിയിലും നോൺ വെജിറ്റേറിയൻ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ സെയിം കുക്കിങ്ങിലാണ് ഇത് രണ്ടും ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ രീതി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് തേങ്ങയാണ് ചേർക്കുന്നത്. നോൺ വെജിറ്റേറിയൻ രീതിയിൽ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഉപ്മാവിനെ 2 പോർഷനാക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് നമ്മുടെ ഒരു പോർഷൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റേറിയൻ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നോൺ വെജിറ്റേറിയൻ ഉപ്മാവ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള പാനിലുള്ള നമ്മുടെ ഉപ്മാവിലേക്ക്, സേമിയ ഉപ്മാവിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 മുട്ട പൊട്ടിച്ച് മെല്ലെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമാണെങ്കിൽ 3-4 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിപ്പോഴും നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മുട്ട വേവുന്നിടം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ സേമിയ ഉപ്മാവിൻ്റെ നോൺ വെജിറ്റേറിയൻ രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ വേണമെങ്കിൽ അല്പം പെപ്പർ പൗഡറൊക്കെ ചേർത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതുകൊണ്ട് പെപ്പറൊന്നും ചേർത്തിട്ടില്ല. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മുകളിലേക്ക് സേമിയ ഉപ്മാവ് ചേർത്തത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങയൊക്കെ ഉപ്മാവിൽ എല്ലായിടത്തേക്കും മിക്സ് ആകുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അല്പം പഞ്ചസാര ഇതിൻ്റെ മുകളിലേക്ക് തൂവിയിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. അല്ലാതെ നമുക്കിത് ഒന്നും ചേർക്കാതെയും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതാണ്.
ഇത് അടിപൊളി സ്വാദാണ് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് നമുക്കൊരു ഗ്രേവിയോ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്കിത് തനിയെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് 2 രീതിയിലുള്ള ഉപ്മാവ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ലേ, എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും. നമുക്ക് ഏത് ഉപ്മാവ് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ എഗ് സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സാധാരണ വെജിറ്റേറിയൻ സേമിയ ഉപ്മാവും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളാണ്, ഈസിയാണ്. നമുക്കൊരു 10 മിനിറ്റ്സിൽ കുക്ക് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മുഴുവൻ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ പുതിയ ഈസി റെസിപ്പീസുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.